ഗുഡ് നൈബർ ടു ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്ക്. 17 ബ്രാഞ്ചുകളിലും എനിവെയർ ബാങ്കിംഗ് സംവിധാനം. സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും KTC ബാങ്കിന് സ്വന്തം. ഗുഡ് നൈബർ ടു ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്ക്. ബിന്ദു ഭരണകൂട അനാസ്ഥയുടെ രക്തസാക്ഷി മന്ത്രി വീണ ജോർജ് രാജിവെക്കുക എന്ന തലക്കെട്ടിൽ വെൽഫെയർ പാർട്ടി കയ്പമംഗലം മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചു. രാജിവെച്ച് പുറത്തു പോകൂ. ആശുപത്രികളിൽ ഒന്നൊന്നായി സുരക്ഷാ വീഴ്ചകൾ പതിവാകുന്നു. കെട്ടിടങ്ങൾ തകരുന്നു. മനുഷ്യജീവൻ പൊലിയുന്നു. അനാസ്ഥ പെരുകും, അഴിമതി വാഴും. ഇടയന്മാരുടെ ഭരണത്തിൽ ജീവന് പോലും വിലയില്ല. എല്ലാ രംഗത്തും ഭരണപരാജയം സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് കോട്ടയത്ത് സംഭവിച്ചതെന്ന് വെൽഫെയർ പാർട്ടി കയ്പമംഗലം പ്രസിഡന്റ് നവാസ് എടവലിങ് പറഞ്ഞു. വെൽഫെയർ പാർട്ടി സംസ്ഥാന വ്യാപകമായി നടക്കുന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായി കയ്പമംഗലം കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഞാൻ കഴിഞ്ഞ ദിവസം അവിടെ സന്ദർശിക്കാൻ പോയപ്പോൾ ആ കെട്ടിടത്തിന്റെ അടുത്തുകൂടി ഞാൻ നടന്നു പോയപ്പോൾ കൂടെയുണ്ട് ആളുകളോട് ഞാൻ ചോദിച്ചു, ഇതെന്താണ് ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്നത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ മറുപടി, ഇത് പൊളിക്കാനിട്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു. അതുകൊണ്ടത് ഉപയോഗിക്കാത്ത കെട്ടിടമാണ് എന്ന്. ആദ്യത്തെ ക്യാപ്സൂള് പുറത്തു വന്നത് PK ശ്രീമതി ടീച്ചർ എടുത്തതാണ്. ഇതേപോലെ തന്നെ PK ശ്രീമതി ടീച്ചറിന്റെ അടുത്ത് നിന്നാണ് പണ്ട് AK സെന്ററിന്റെ അടുത്ത് ആരോ പടക്കം പൊട്ടിച്ചപ്പോൾ ബോംബെറിഞ്ഞ് ഞാനാകെ കിടുങ്ങിപ്പോയി എന്ന് പറയുന്ന ക്യാപ്സൂള് പുറത്തിറക്കിയത് അതേ ശ്രീമതി ടീച്ചർ തന്നെയാണ്. അങ്ങനെ CPM-ന് വേണ്ടി ഇപ്പോൾ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് ചെന്നാൽ വിളിക്കാത്ത സദ്യക്ക് എന്തിനു വന്നു എന്നാണ് പിണറായി വിജയൻ ശ്രീമതി ടീച്ചറോട് ചോദിക്കുന്നത്. ആ ശ്രീമതി ടീച്ചർ ഇപ്പോൾ കൂടുതൽ ഞാൻ CPM-നോട് അടുത്തു നിൽക്കുന്നവരാണെന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു. ഇപ്പോൾ ഇങ്ങനെ നിരന്തരമായ ക്യാപ്സൂളുകൾ പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ക്യാപ്സൂളുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ സംശയിക്കേണ്ടി വരുന്നു. എറിയാട് ചേരമാൻ ഗാലക്സി ഓഡിറ്റോറിയത്തിന് മുൻപിൽ നിന്നും ആരംഭിച്ച പ്രകടനം എറിയാട് ചന്തയിൽ അവസാനിച്ചു. മണ്ഡലം സെക്രട്ടറി ഫസീല ഹനീഫ് അധ്യക്ഷത വഹിച്ച പരിപാടിക്ക് മണ്ഡലം വൈസ് പ്രസിഡന്റ് സയീദ സുലൈമാൻ സ്വാഗതവും എറിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് TK ഇക്ബാൽ നന്ദിയും പറഞ്ഞു. മണ്ഡലം വിവിധ പഞ്ചായത്തുകളുടെ നേതൃത്വത്തിൽ പരിപാടികൾ നേതൃത്വം നൽകി.